ജപ്പാനിലെ പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പ് NHKയുടെ റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലകളിലാണ് കരടികളുടെ ആക്രമണം വ്യാപകമായിരിക്കുന്നത്. ഈ മേഖലയിലെ ഇവാട്ടയിൽ 5 പേരും, അക്കിതയിൽ 4 പേരും, ഹൊക്കൈഡോയിൽ 2 പേരും, നോഗോനിയയിലും മിയാഗിയിലും ഓരോ പേരും ഈ വർഷം മാത്രം കരടി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പരിക്കേറ്റവരുടെ എണ്ണം ഇതിന്റെ 10 ഇരട്ടിയിലധികം വരുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് സ്വന്തമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതല്ല നിലവിലെ സ്ഥിതിയെന്നാണ് പ്രദേശത്തെ ഗവർണറായ കെൻ സുസൂക്കി പറഞ്ഞത്. പർവ്വത മേഖലകൾക്ക് പുറമെ മധ്യ ജപ്പാനിലും ചില കരടി ആക്രമണങ്ങൾ ഈ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം നുമാറ്റ നഗരത്തിലെ ഒരു സൂപ്പർ മാർക്കറ്റിനകത്തേക്ക് കരടി ഓടിക്കയറുകയും ജനങ്ങളെ ആക്രമിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ നിരവധി പേർക്കാണ് അന്ന് പരിക്കേറ്റത്. ഇതിന് പിന്നാലെ ജപ്പാനിലെ തങ്ങളുടെ പൗരന്മാർക്ക് അമേരിക്കയും UKയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. US കോൺസുലേറ്റിന് സമീപത്തെ പാർക്കിൽ പോലും കരടിയെ കണ്ട സാഹചര്യത്തിൽ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരോടും വിവിധ ആവശ്യങ്ങൾക്കായി കോൺസുലേറ്റിലേക്ക് വരുന്നവരോടും ജാഗ്രത പുലർത്താൻ US നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജപ്പാനിലെത്തുന്ന തങ്ങളുടെ പൗരന്മാരോട് വനമേഖലകളിൽ സന്ദർശനം നടത്തുമ്പോൾ ജാഗ്രത പുലർത്തണമെന്ന് UK വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലോകത്തെല്ലായിടത്തുമെന്ന പോലെ വനപ്രദേശങ്ങളിൽ ഭക്ഷണം ലഭ്യമല്ലാതായതോടെയാണ് ജപ്പാനിലും കരടികൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വ്യാപകമായി ഇറങ്ങിത്തുടങ്ങിയത്. ആക്രോൺ, ബീച്ച് നട്ട്സ് എന്നിവയാണ് കരടികൾ സാധാരണയായി ഭക്ഷിക്കാറുള്ളത്. എന്നാൽ ഈ വർഷം ജപ്പാനിലെ വനമേഖലകളിൽ ഇവ മുൻ വർഷങ്ങളിലെ പോലെ ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഇക്കാരണത്താലാണ് കരടികൾ ഭക്ഷണം തേടി നാട്ടിലേക്ക് ഇറങ്ങിയത്.